യു എസിലും വിൻഡീസിലുമാണ് ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ത്യന്റെ കളിയാണ് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് കുത്തിയിരിക്കേണ്ടി വരുന്നു. പക്ഷെ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇന്ത്യ അയർലൻഡ് ഫസ്റ്റ് കളി 8 മണിക്കാണ്. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയി നോക്കിയപ്പോൾ ഞാൻ കണ്ടു ഇന്ത്യയുടെ ഫസ്റ്റ് കളി മാത്രമല്ല ഗ്രൂപ്പ് സ്റ്റേജിലെ എല്ലാ മത്സരങ്ങളും 8 മണിക്ക് തന്നെയാണ്. അപ്പം നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ തീരുമാനിച്ചു. വെൽക്കം ടു പാഡി ഫീൽഡ് ക്രിക്കറ്റർ. ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം എല്ലാം 8 മണിക്കാണ്. അപ്പോൾ എന്താണ് സൂപ്പർ 8ന്റെ അവസ്ഥ? ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് 4 ഗ്രൂപ്പാണ് ഉള്ളത്. ഗ്രൂപ്പ് എ, ബി, സി, ഡി. അപ്പം നെക്സ്റ്റ് റൗണ്ടിലോട്ട് ക്വാളിഫൈ ആവുന്നത് ഈച്ച് ഗ്രൂപ്പിലും ടോപ്പ് 2 ആൾക്കാരാണ് ക്വാളിഫൈ ആവുന്നത്. അപ്പം ഗ്രൂപ്പ് എയിലെ ക്വാളിഫൈ ആവുന്ന ടീമിനെ A1, A2 എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ബി, P1, B2, സി, C1, C2, D, D1, D2. അപ്പം ഈ ക്വാളിഫൈ ആവുന്ന 8 പേരെയും നമ്മൾ സൂപ്പർ 8 റൗണ്ടിൽ 2 ഗ്രൂപ്പായിട്ടാണ് തിരിക്കുന്നത്. ഒരു ഗ്രൂപ്പിൽ A1, B2, C1, D2, രണ്ടാമത്തെ ഗ്രൂപ്പിൽ A2, B1, C2, D1, അങ്ങനെ 2 ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈച്ച് ടീമിന് നമുക്ക് 3 മത്സരമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഫോർമാറ്റ് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഇന്ത്യ എ ഗ്രൂപ്പ് ഇപ്പോൾ അടുത്ത സൂപ്പർ 8 പ്രോഗ്രസ് ചെയ്യുവാണെങ്കിൽ ഇന്ത്യ എയ്തർ A1 ആയിട്ടോ അല്ലെങ്കിൽ സെക്കൻഡ് A2 ആയിട്ടോ ക്വാളിഫൈ ചെയ്യും. അപ്പോൾ നമ്മളിപ്പം ഇന്ത്യൻ്റെ അതായത് A1, A2 ടീമിൻ്റെ ഷെഡ്യൂളുകൾ ഇപ്പോൾ നമ്മൾ നോക്കാം എങ്ങനെയാണ് അത്. ടോട്ടൽ അപ്പോൾ എത്ര 6 മത്സരങ്ങളുണ്ട്. അപ്പോൾ ഇപ്പം A1ന്റെ ഷെഡ്യൂൾ നോക്കുവാണെങ്കിൽ ജൂൺ 20, ജൂൺ 22, ജൂൺ 24 എല്ലാം 8 PM മത്സരങ്ങൾ. പ്ലസ് A2 നോക്കുവാണെങ്കിൽ ജൂൺ 19, ജൂൺ 22, ജൂൺ 23 2 മത്സരങ്ങൾ അതിനകത്ത് 8 PM, ഒരേ ഒരു മത്സരം മാത്രം 6 AM. എഫക്റ്റീവ് നമ്മൾ കൺക്ലൂഷൻ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ടോപ്പ് 1 ആയിട്ട് ക്വാളിഫൈ ചെയ്യുവാണെങ്കിൽ ഗ്രൂപ്പ് സ്റ്റേജ് പ്ലസ് സൂപ്പർ 8 ഇൻക്ലൂഡഡ് എല്ലാം 8 PM നമുക്ക് ടെലികാസ്റ്റ് ആവുന്നത്. സെക്കൻഡ് ആയിട്ട് ഫിനിഷ് ചെയ്യുവാണെങ്കിൽ ഒരേ ഒരു മത്സരം കളിക്കുക, ബാക്കി എല്ലാം നമ്മൾ 8 PM ടെലികാസ്റ്റ് ആവുന്നത്. എവിടെ നിന്നാണ് ഈ പവർ? എപ്പിടാ ഇത്? 2023 ജൂലൈയിൽ ICCയുടെ ഒരു മീറ്റിംഗ് നടന്നു സൗത്ത് ആഫ്രിക്കയിലെ ഡർബനിൽ വെച്ചിട്ട്. അപ്പൊ അവിടെ അവര് പുതിയൊരു ഫൈനാൻസ് മോഡൽ, ICCയുടെ ആനുവൽ ഏർണിങ്സ് എങ്ങനെ അവരുടെ മെമ്പേഴ്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ള ഫൈനാൻസ് മോഡൽ അപ്രൂവ് ചെയ്യേണ്ടേ. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഫൈനാൻസ് മോഡൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. 4 മെയിൻ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഒരു മെമ്പറിന് എത്ര പൈസ കിട്ടും എന്ന് തീരുമാനിക്കുന്നത്. ഫസ്റ്റ് 12 ഫുൾ ടൈം മെമ്പേഴ്സ് ആണ് ICCയിലുള്ളത്. അപ്പോൾ ഈ 12 ഫുൾ ടൈം മെമ്പേഴ്സിനും ഒരു ഈക്വൽ ഷെയർ കൊടുക്കും. അതാണ് ഫസ്റ്റ് ഫാക്ടർ. സെക്കൻഡ് ഫാക്ടർ ക്രിക്കറ്റിംഗ് ഹിസ്റ്ററിയാണ്. അപ്പം കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് അവർ എങ്ങനെ ക്രിക്കറ്റ് ഡെവലപ്പ് ചെയ്യുന്നു, അവർ ആസ് എ നേഷൻ എത്രത്തോളം ഇന്റർനാഷണൽ ക്രിക്കറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അതാണ് ക്രിക്കറ്റിംഗ് ഹിസ്റ്ററി. സെക്കൻഡ് ഫാക്ടർ. തേർഡ് ഫാക്ടർ കഴിഞ്ഞ 20 വർഷമായിട്ട് അവരുടെ മെൻസ് ആൻഡ് വുമൻസ് ക്രിക്കറ്റിംഗ് ICC ട്രോഫികളിലും മറ്റു കോമ്പറ്റീഷൻസിലും എത്രത്തോളം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. ഹയർ ദ പെർഫോമൻസ്, ഹയർ ദ പേ പോലെ, ഹയർ ദ ഫാക്ടർ പോലെ. ആൻഡ് ഫൈനൽ മോസ്റ്റ് ക്രൂഷ്യൽ ഫാക്ടർ ഈസ് കോൺട്രിബ്യൂഷൻ ടു ICC's റവന്യൂ. അപ്പോൾ അവരുടെ ടീമിന്റെ മാച്ചസിന്റെ ടെലികാസ്റ്റും സ്പോൺസർഷിപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ മൂലം ICCക്ക് എത്രത്തോളം ലാഭം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ ഫാക്ടർ, കോൺട്രിബ്യൂഷൻ ടു ICC's റവന്യൂ. അപ്പോൾ ഈ 4 ഫാക്ടേഴ്സും വെച്ചിട്ട് 2023 നടന്ന ആ ഫൈനാൻസ് മോഡൽ അപ്രൂവ് ആയി. ആ ഫൈനാൻസ് മോഡൽ പ്രകാരം BCCIക്ക് ലഭിക്കുന്നത് 38.5% ഓഫ് ദ ഫുൾ ഏർണിങ്സ് ഓഫ് ICC. അത് ഓൾമോസ്റ്റ് $230 മില്യൺ വരും. അതായത് ഏകദേശം 1900 കോടി രൂപ. അപ്പോൾ ഈ വാല്യൂവിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ സെക്കൻഡ് ഏറ്റവും കൂടുതൽ ഷെയർ ഇടുന്ന ക്രിക്കറ്റ് ബോർഡ് ഏതാണെന്ന് നോക്കണം. സെക്കൻഡ് മോസ്റ്റ് കിട്ടുന്നത് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡിനാണ്, ECBക്കാണ്. അവർക്ക് കിട്ടുന്ന ഷെയർ 6.89% ആണ്. അപ്പോൾ ഇത്രയും വലിയൊരു ഡിഫറൻസ്, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ICCയിൽ BCCI പ്ലേ ചെയ്യുന്ന റോൾ എത്രത്തോളം ക്രൂഷ്യലാണെന്ന്. അതുമാത്രമല്ല ICCന്റെ ഏർണിങ്സിന് ഇന്ത്യയുടെ മാച്ച് എപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഫാക്ടർ വളരെ ക്രൂഷ്യലാണ്. അത് ഒന്ന് തെറ്റിപ്പോയാൽ
കോടികളുടെ നഷ്ടമായിരിക്കാം ചിലപ്പോൾ ICC വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആവണം, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഈ 8 PM ഇന്ത്യയുടെ മാച്ചസ് വരാൻ 8 മണിക്ക് തന്നെ ടെലികാസ്റ്റ് ചെയ്യപ്പെടാനുള്ള രീതിയിൽ ഫിക്സ്ചേഴ്സ് തയ്യാറാക്കിയത് എന്ന് പകൽ പോലെ വ്യക്തമാണ്. അത് നമുക്ക് മനസ്സിലാക്കാം, പൈസയുടെ കാര്യമാണ്, കാരണം ICCയുടെ നിലനിൽപ്പിന്റെ കാര്യമാണല്ലോ. പക്ഷേ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് ഈ 8 PM ബ്രോഡ്കാസ്റ്റ് അതിന്റെ ഒരു അനാലിസിസ് ഒക്കെയാണ്. പക്ഷെ ഇത് വെറും ട്രെയിലർ മാത്രമാണ്. അതിനേക്കാളും വലിയൊരു സത്യമാണ് നമ്മളടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. ICCക്ക് ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറിയിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പ്ലേയിങ് കണ്ടീഷൻസ് എന്ന് പറയുന്ന ഒരു പേജിൽ പോയാൽ അവിടെ ഒരുപാട് ലിങ്ക്സ് കാണാം. അതിൽ ഒരു ലിങ്ക് T20 വേൾഡ് കപ്പ്, മെൻസ് T20 വേൾഡ് കപ്പ് പ്ലേയിങ് കണ്ടീഷൻസ് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ 95 പേജുള്ള ഒരു PDF ഡൗൺലോഡ് ആയിട്ട് വരും. ഈ PDF ഈസ് ബേസിക്കലി ഈ 2020 വേൾഡ് കപ്പ് ഏത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചാണ് കളിക്കുന്നത്. ഫുൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സ്റ്റാർട്ടിങ് ഫ്രം ഒരു ഓവറിൽ എത്ര ബോൾ ഉണ്ട്, ഒരു ടീമിൽ എത്ര പ്ലേയേഴ്സ് കളിക്കാം, വിക്കറ്റ് കീപ്പറിന്റെ ഗ്ലൗസിന്റെ മെറ്റീരിയൽ എന്തായിരിക്കണം എന്ന് മുതൽ എത്ര ടീമുകളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അവരെ ഏതൊക്കെ ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, അവരുടെ പ്രോഗ്രഷൻ എങ്ങനെയായിരിക്കും, ലൈക്ക് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ എങ്ങനെയാണ്, അവര് സൂപ്പർ 8 എത്തിപ്പെടുന്നത് എങ്ങനെയാണ്, പിന്നെ സെമി എങ്ങനെയാണ് എത്തുന്നത്, ഇങ്ങനെയുള്ള പ്രോഗ്രഷൻ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു PDF ആണ്, ഒരു റൂൾസ്, ഒരു നിയമപുസ്തകമാണ് ബേസിക്കലി അത്. അപ്പോൾ അതിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷൻ നമുക്ക് ഇന്നിപ്പം നോക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ 8 എത്തിയാൽ 2 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. അപ്പോൾ ഈ നിയമം പുസ്തകത്തിലെ റൂൾ പ്രകാരം at the completion of the second round means Super 8, the top 2 teams in each group will progress to the semi-finals. Expected. The team placed first in the group 1 will play the team placed second in group 2 in semi-final 1 in Trinidad. Okay. The team placed first in group 2 will play the team placed second in group 1 in semi-final 2 in Guyana. ഇതുവരെ ഓക്കെ, സ്വാഭാവികം, സാധാരണ രീതിയിൽ സംഭവിക്കുന്നത് തന്നെ. പക്ഷെ പ്രശ്നം ഇതല്ല. പ്രശ്നം ഇതിന്റെ കുറച്ച് താഴെയായിട്ട് എഴുതിയിരിക്കുന്ന ഒരു നോട്ടാണ്. 16.10.6 സെക്ഷൻ പ്രകാരം നോട്ട്: ഇഫ് ഇന്ത്യ ക്വാളിഫൈസ് ഫോർ ദ സെമിഫൈനൽസ്, they will play in the second semi-final scheduled for Guyana on the 27th June 2024, which means ഇന്ത്യ സെമിഫൈനലിലേക്ക് ക്വാളിഫൈ ആയാൽ അവരെവിടെ സ്റ്റാൻഡ് ചെയ്യുന്നു, അവരേത് ഗ്രൂപ്പ് നിന്ന് വന്നു എന്നതൊന്നും ഒരു ബാധകമല്ല. ഇന്ത്യ കളിക്കാൻ പോകുന്നത് സെക്കൻഡ് സെമിഫൈനലാണ്, വിച്ച് ഈസ് ഇൻ ഗയാന ഓൺ 27th June. വൈ ബിക്കോസ് ഗയാനയിലെ സെമിഫൈനൽ, അതായത് സെക്കൻഡ് സെമിഫൈനൽ ഇന്ത്യയിൽ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് 8 മണിക്കാണ്, രാത്രി 8 മണിക്കാണ്. ഫസ്റ്റ് സെമിഫൈനൽ വിച്ച് ഈസ് ഇൻ ട്രിനിഡാഡ് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് രാവിലെ 6 മണിക്കാണ്. അപ്പോൾ ഇന്ത്യൻ വ്യൂവർഷിപ്പ് മാത്രം നോക്കിക്കൊണ്ട് ഇന്ത്യനെ ഒരു ഫിക്സഡ് സെമിഫൈനൽ സ്ലോട്ടിൽ ഇട്ടിരിക്കുകയാണ് ICC. ആൻഡ് ദിസ് ഈസ് റിയലി അൺഫെയർ ടു ഓൾ ദി അതർ ടീംസ്, ബിക്കോസ് ഇന്ത്യയിൽ നിന്ന് US ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പേ തന്നെ ഇന്ത്യക്കറിയാം ഇന്ത്യ ഗയാനയിലെ സെമിഫൈനലിൽ എത്തുകയാണെങ്കിൽ ഇന്ത്യ ഗയാനയിൽ വെച്ചാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ആ കണ്ടീഷൻസും ഗയാനയിലെ കണ്ടീഷൻസ് ചിലപ്പോൾ ഒരു കാരണമായത് നിൽക്കാം പല സ്ട്രാറ്റജീസിനും വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ സ്ക്വാഡ് സെലക്ഷൻ വരെ ചിലപ്പോൾ ഇത് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും സ്ക്വാഡ് ഇട്ടിട്ടുണ്ടാവുക ഇന്ത്യ. അത് അൺഫെയർ ആണ്. ഒരു സ്പോർട്ടിലും ഒരു ബിഗ് സ്റ്റേജ് ടൂർണമെന്റിലും ഞാൻ ഇന്നേ വരെ ഒരു ടീമിന് ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ടീമിന് അൺഡ്യൂ അഡ്വാൻറ്റേജ് കൊടുക്കുന്ന ഇങ്ങനെയുള്ള ഒരു റൂള് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. ഇത് അനാവശ്യമായിരുന്നു, ഈസിലി ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നില്ലേ. നോക്കുവാണെങ്കിൽ ഈ 2 സെമിഫൈനൽ, ഒന്ന് 8 PM ഒന്ന് 6 AM ആണല്ലോ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. June 26, June 28 ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് വളരെ ഈസി ആയിട്ട് അവർക്ക് ഒഴിവാക്കായിരുന്നു. ലൈക്ക് 2ഉം 8 PM ഷെഡ്യൂൾ ചെയ്യുക, ഈസി ആയിട്ട് ഒഴിവാക്കായിരുന്നു. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ആവശ്യമില്ലാതെ ഇങ്ങനെ ഒരു ടീമിന് ഇങ്ങനൊരു എന്താ പറയുക, ഒരു ഫേവറേറ്റ് ഫാക്ടർ ഓർ കൊടുക്കുന്നത് വളരെ അൺഫെയർ ആണ്, അൺഅക്സെപ്റ്റബിൾ ആണ്. അറ്റ്ലീസ്റ്റ് ഒരേ ദിവസം കളിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും 2 days എടുത്തിട്ട് 8 PM വെച്ച് കളിപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്തില്ല. പക്ഷെ ഓക്കെ, ചില വിഭാഗം ആൾക്കാരുണ്ടാവും
പറയുന്നത് ഓക്കെ എന്തായാലും വിൻഡീസിലാണ് കളി. അപ്പോൾ ഗയാന ആയാലും എന്താ, ട്രിനിഡാഡ് ആയാലും എന്താ. അതിപ്പോ ഗയാനയാണെന്ന് ഇന്ത്യക്ക് നേരത്തെ അറിഞ്ഞിട്ട് എന്താ ഇപ്പം വലിയ വ്യത്യാസം വരാൻ വെച്ചാൽ രണ്ട് കണ്ടീഷൻസ് ഏകദേശം ഒരേപോലെ ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ അതിൽ എന്താണ് ഇത്ര അഡ്വാൻറ്റേജ് ഇല്ലേ എന്ന് ചിലർ ചോദിക്കാം. അതിനോട് യോജിക്കുന്നുണ്ടോ? ഒബ്വിയസ്ലി അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു ചെറിയൊരു അഡ്വാൻറ്റേജോ വലിയൊരു അഡ്വാൻറ്റേജോ ഇത് കാരണം കളീൻ്റെ റിസൾട്ടിനെ വളരെയധികം ഇത് ഇമ്പാക്ട് ചെയ്യുന്നതാണ്. ഇത് മാത്രമല്ല, ICC വേൾഡ് കപ്പ് പോലെയുള്ള ഒരു ബിഗ് ടൂർണമെന്റിൽ ഒരു ഹൈ ലെവൽ ഓഫ് പ്രൊഫഷണലിസമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് ബ്രീച്ച് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെതായ ക്രിറ്റിസിസം നേരിടേണ്ടി വരും. ഓക്കെ, പക്ഷെ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. റൂൾ ബുക്കിൽ എന്തായാലും എഴുതി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കതിൽ ചേഞ്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ആസ് എ കൺക്ലൂഷൻ, ഇഫ് എവറിത്തിങ് ഗോസ് വെൽ, ഇന്ത്യ ഗ്രൂപ്പ് സ്റ്റേജിൽ ഫസ്റ്റ് ഫിനിഷ് ചെയ്ത് സൂപ്പർ 8 സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ആയാൽ, ആസ് ഇന്ത്യൻ വ്യൂവേഴ്സ്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഇരുന്ന് കാണുന്ന ക്രിക്കറ്റ് കാണുന്ന ആൾക്കാർക്ക് IPL കാണുന്ന പോലെ തന്നെ ഇന്ത്യയുടെ എല്ലാ കളിയും രാത്രി 8 മണിക്ക് ഇരുന്ന് കാണാം. സോ ഐ ഗസ് എൻജോയ്. നന്ദി, വണക്കം.